ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പെപ്പർ റോസ്റ്റ് ഉണ്ടോ, എഗ് പെപ്പർ റോസ്റ്റ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അടിപൊളി റെസിപ്പിയാണെന്ന് പറയുമ്പോൾ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 4 മുട്ട എടുക്കുകയാണെങ്കിൽ 2 സവോള തന്നെ എടുക്കാം കേട്ടോ. 3 സവോള എടുക്കേണ്ട ആവശ്യമില്ല. സവോള കുറച്ച് വേണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ വേണ്ടത് കറിവേപ്പില, ഒരു തക്കാളി, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി. 4 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ വലിയ തക്കാളി എടുത്തോളൂ. 5 മുട്ടയാണെങ്കിൽ 1.25 തക്കാളി എടുക്കാം കേട്ടോ. നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് തക്കാളിയുടെയും സവോളയുടെയും എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഫൈൻ ചോപ്ഡ് അല്ല, ചെറിയ ക്യൂബ്സ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. തക്കാളിയും അതുപോലെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേവി റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ക്യൂബ്സ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. വലിയ ക്യൂബ്സ് ആണ്, തീരെ ചെറിയ ക്യൂബ്സ് അല്ല. അതുപോലെ തന്നെ നമ്മൾ തക്കാളിയും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാലയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെളിച്ചെണ്ണ മതി. ആദ്യമേ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലാതെ വെളിച്ചെണ്ണ ചൂടായി പോകരുത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുരുമുളക് പൊടിച്ചത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക, അല്ലാതെ കരിഞ്ഞു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഉപ്പും അല്ലാതെ കൂടി പോകരുത്. ഉപ്പും അല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കാം, പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ട ഇതുപോലെ കട്ട് ചെയ്യുന്ന വീഡിയോയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എങ്ങനെയാണ് ഇതുപോലെ കട്ട് ചെയ്യാന്നുള്ളത്. മുട്ടയുടെ എല്ലാം പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് അനക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. മുട്ട ഓവറായിട്ട് കുക്കായി പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് കുക്കായിട്ടുണ്ടെങ്കിൽ മുട്ട കഴിക്കുമ്പോൾ ഹാർഡായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവും, പക്ഷേ ഹാർഡായി പോവുമില്ല. ഇനി ഈ സൈഡും കൂടി ഒന്ന് ആയി വരട്ടെ. ഒരുപാട് സമയം ഈ സൈഡും വയ്ക്കരുത്, ഒരു റബ്ബറിഷ് ടെക്സ്ചർ ആവും മുട്ടയ്ക്ക്. അതുകൊണ്ട് വേഗം തന്നെ എടുക്കാം. ഈ വൈറ്റ് പോർഷൻ വെച്ചിട്ട് യെല്ലോ കളറുള്ള പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മുട്ട തിരിച്ചിട്ടിട്ട് ഒരു 1/2 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ, അധികമായിട്ടില്ല. ഞാൻ ഇനി മുട്ടയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാണ്. മുട്ടയാകുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കാമെന്ന് എപ്പോഴും പറയുന്നത്. ഇതുപോലെയുള്ള മുട്ടയുടെ ഏത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു പാനിൽ തന്നെ വെളിച്ചെണ്ണ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ ചേർത്ത ഉപ്പുള്ളത് കൊണ്ട് തന്നെ സവോള വേഗം കുക്കായി കിട്ടും. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അധികം വേണ്ട. എന്താണെന്ന് വെച്ചാൽ മുട്ടയിൽ ചേർത്ത ഉപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് സവോള വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം, എന്നാലേ നമ്മുടെ ഗ്രേവി കറക്റ്റ് ആവുള്ളൂ. സവോള മുറിക്കുന്നതിലും വഴറ്റുന്നതിലുമാണ് ഈ ഒരു ഗ്രേവിയുടെ കളർ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ലൈറ്റായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. സവോളയുടെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇനി പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം
റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചതെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി ബാക്കിയുള്ള പൊടികളുടെ കൂടെ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി പെരിഞ്ജീരകവും തക്കാളിയും എല്ലാം ചേർന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സവോള ഇളക്കി കൊടുത്തതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇടയ്ക്ക് മാത്രം. എപ്പോഴും ഇളക്കേണ്ട, തക്കാളി ചേർത്തിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെരിഞ്ജീരകം ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്താലും കുഴപ്പമില്ല, പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതാണെങ്കിൽ മാത്രം ലാസ്റ്റ് ചേർക്കാം കേട്ടോ, ഇപ്പോൾ ചേർക്കരുത്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്തിട്ട് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ മുട്ടയിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എങ്കിലും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം, ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അധികം വേണ്ട കേട്ടോ, നമ്മൾ 3 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് എല്ലാം കുറച്ച് വീതം ചേർക്കുന്നത്. ഇനി ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ നന്നായി കുക്കായി വരണം. പൊടികളുടെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും എല്ലാം മാറി വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മൾ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുട്ടയിലും നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. പൊടികൾ ചേർത്തിട്ട് ഇളക്കാതിരിക്കരുത്, കരിഞ്ഞു പോവും. നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കണം. ഇതിലേക്ക് ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാം കേട്ടോ, തണുപ്പുള്ള വെള്ളം ചേർക്കരുത്. തിളപ്പിച്ച് ചൂട് കുറഞ്ഞ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, പച്ചവെള്ളം ചേർക്കരുത്. ചൂട് കംപ്ലീറ്റ് മാറിയ വെള്ളവും ചേർക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പൊടികൾ വഴറ്റി വന്നിട്ട് പിന്നെ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളമാണെങ്കിലും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ, അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തിട്ട് 2 മിനിറ്റ് ആയി. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുമായിരുന്നു ഞാൻ. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഗ്രേവി തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മുട്ട ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവാണ്, എരിവുണ്ട് കറക്റ്റായിട്ട്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. നമ്മുടെ മുട്ടയിൽ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയുടെ പീസായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മുകൾ ഭാഗത്തും ഉള്ളിലേക്കും ഒക്കെ ഈ എരിവൊക്കെ ഒന്ന് പിടിച്ച് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് വരാനാണ് നമ്മൾ ഇതുപോലെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കണം, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടച്ചു തന്നെ വയ്ക്കണം, ഇടയ്ക്ക് മാത്രം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തിട്ട് ഗ്രേവി അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവിയിലാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചപ്പാത്തിക്കുള്ള കറിയായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ചോറിന് കറിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മാറി വരുമ്പോൾ വീണ്ടും ഗ്രേവി തിക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒന്നുകൂടി ഒന്ന് തിക്കായി വരുമ്പോൾ മുട്ടയിലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഗ്രേവി ആയി വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് പെപ്പർ റോസ്റ്റ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മാറിയിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്, ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ. ചില കറികൾ നമ്മളെപ്പോഴും പ്രത്യേകിച്ച് പറയാറുണ്ട്, ചൂടോടെ കഴിക്കരുത്, ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ഈ എഗ് പെപ്പർ റോസ്റ്റിൻ്റെ ചൂട് മാറിയിട്ട് മാത്രം ഉപയോഗിക്കുക. നിങ്ങൾ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒന്ന് ചൂട് കുറഞ്ഞിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ
എരിവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല, എരിവ് കറക്റ്റാണ്. അത്യാവശ്യം കുറച്ച് എരിവുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കുരുമുളക് പൊടിയാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.